RMPI നേതൃത്വത്തിൽ മണ്ടോടിക്കണ്ണൻ രക്തസാക്ഷി ദിനാചരണവും TP സാംസ്കാരിക പഠന സേവന കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനവും മാർച്ച് 5-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം RMPI സംസ്ഥാന സെക്രട്ടറി N. വേണു നിർവഹിക്കും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. മാർച്ച് 4 സഖാവ് മണ്ടോടിക്കണ്ണൻ്റെ 77-ാം രക്തസാക്ഷി ദിനമാണ്. അതിൻ്റെ ഭാഗമായി RMPI പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുള്ളത് മാർച്ച് 5-ാം തീയതിയാണ്. മാർച്ച് 5-ാം തീയതി നടക്കുന്ന വമ്പിച്ച പ്രകടനവും പൊതുസമ്മേളനമാണ് ഉജ്ജയത്ത് നടക്കുന്നത്. സഖാവ് TPയുടെ പേരിൽ ഉജ്ജയത്ത് നിർമ്മിച്ചിട്ടുള്ള TP സാംസ്കാരിക പഠന സേവന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനവും അന്ന് തന്നെ നിർവഹിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് RMPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് N. വേണുവാണ്. അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരളത്തിൻ്റെ വിപ്ലവ കവി ഉമേഷ് ബാബുവാണ്. ബഹുമാനപ്പെട്ട വടകരയുടെ MLA KK രമ മുഖ്യ അതിഥിയായിരിക്കും. TK ഷിബി തുടങ്ങിയ പാർട്ടി നേതാക്കന്മാരും സദവസരത്തിൽ സന്നിധരായിരിക്കും. 1948 കാലഘട്ടത്തിൽ ഒഞ്ചിയത്തും പരിസര പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ധീരോത്തമായ പോരാട്ടം നടത്തിയ ഒരു വിപ്ലവകാരിയായിരുന്നു സഖാവ് മണ്ടോടിക്കണ്ണൻ. സഖാവിനെ വളരെ ക്രൂരമർദ്ദനത്തിനിരയായി വടകര ലോക്കപ്പിൻ്റെ വിത്തുകളിൽ തൻ്റെ നെഞ്ചിലെ പൊട്ടിയൊലിക്കുന്ന ചോരയിൽ വിരൽ മുക്കി അരിവാൾ ചുറ്റി വരച്ച ധീര വിപ്ലവകാരിയാണ് സഖാവ് മണ്ടോടിക്കണ്ണൻ. സഖാവ് മണ്ടോടിക്കണ്ണൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ തൊട്ട് ഒരു 100 മീറ്റർ അകലെ തന്നെയാണ് സഖാവ് TPയുടെ വീടും. അന്ന് ഞങ്ങളൊന്നും ആരും ജനിച്ചിട്ടില്ല. സഖാവ് TP മണ്ടോടിക്കണ്ണൻ്റെ രാഷ്ട്രീയം എന്തായിരുന്നുവോ അത് തൻ്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരുന്നു സഖാവിൻ്റെ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2012 മെയ് 4-ാം തീയതി വള്ളിക്കാടിൻ്റെ തെരുവോരത്ത് വെച്ച് സഖാവിനെ ഇല്ലാതാക്കിയത്. ആ സഖാവിൻ്റെ പേരിൽ ആണ് ഞങ്ങൾ 2013 ഒഞ്ചിയത്ത് സഖാവിൻ്റെ ജന്മസ്ഥലത്ത് തന്നെ ഒരു 7 സെൻറ്റ് സ്ഥലം വാങ്ങി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ രാഷ്ട്രീയ ഭേദമന്യേ TPയെ സ്നേഹിക്കുന്ന നല്ലവരായിട്ടുള്ള എല്ലാ മനുഷ്യരും സുഹൃത്തുക്കളും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ആ 7 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുള്ളത്. ആ 7 സെൻറ്റ് സ്ഥലത്ത് സഖാവിന് ഉതകുന്ന തരത്തിൽ തന്നെ ഒരു നല്ലൊരു കെട്ടിടമുണ്ടാകണമെന്ന് സഖാക്കൾ തീരുമാനിച്ച് അങ്ങനെ അവിടെ ഒരു നല്ല ഒരു കെട്ടിടം ഇന്ന് പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന് TP സാംസ്കാരിക പഠന സേവന കേന്ദ്രം എന്നാണ് പേരിട്ടിട്ടുള്ളത്. അന്നത്തെ പ്രസിഡൻ്റായിരുന്ന B. രാജൻ മാസ്റ്ററാണ് അതിന് നാമകരണം ചെയ്തത്. സഖാവ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. അതുപോലെ തന്നെ അന്ന് എന്താണ് അതിന് TP സാംസ്കാരിക പഠന സേവന കേന്ദ്രം എന്ന് ഞങ്ങൾ പേരിടാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും വന്നിരിക്കാനും ആശയവിനിമയം നടത്താനും പറ്റിയ ഒരു സ്ഥലമായിരിക്കണം. സഖാവ് മനസ്സിൽ കണ്ട അതേപോലെ തന്നെയുള്ള സ്ഥലമായിരിക്കണം അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അന്ന് അതിന് ആ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് നല്ലൊരു കെട്ടിടവും അതിൻ്റെ ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെ അതിന് വേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഇനിയും വലിയ സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. സഖാവിനെ സ്നേഹിക്കുന്ന എല്ലാവരും രാഷ്ട്രീയ ഭേദമല്ല എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.